വേനൽ കടുത്തതോടെ കാസർഗോഡ് ജില്ലയുടെ പലയിടങ്ങളിലും ജലക്ഷാമം അതിരൂക്ഷമാണ്. 14 പുഴകളുള്ള തുളുനാട്ടിലെ മിക്ക പുഴകളും വറ്റി വരണ്ട നിലയിലാണ്. ജലക്ഷാമം പരിഹരിക്കാൻ റെഗുലേറ്ററുകൾ നിർമ്മിക്കുന്നുണ്ടെങ്കിലും നിർമ്മാണ സമയത്ത് ഉദ്യോഗസ്ഥർ പാലിക്കേണ്ട ജാഗ്രതയില്ലായ്മ നാട്ടുകാരുടെ കുടിവെള്ളം മുട്ടിച്ചു എന്നു പറയുന്നതാവും ശരി. ചിത്താരിപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിക്കുന്ന റെഗുലേറ്ററും നിർമ്മാണ സമയത്ത് അതുണ്ടാക്കിയ പ്രതിസന്ധിയും നമുക്കൊന്ന് കണ്ടുവരാം. കാസർഗോഡ് നിന്നും അരുൺ പാറക്കൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി. കടുത്ത വേനലിനൊപ്പമുണ്ടായ അപ്രതീക്ഷിതമായ വരൾച്ച, കുടിവെള്ളമില്ലാതെ ഒരു നാട് തന്നെ ദുരിതത്തിലാണ്. 700ഓളം വീട്ടുകാരുടെ ജലക്ഷാമവും അതിൻ്റെ അടിസ്ഥാനമായ കാരണവും നമുക്ക് നോക്കാം. കാസർഗോഡ് ജില്ലയിലെ പൂച്ചക്കാട് ഏത്താൻകോട്ടയിലേക്കാണ് ഇത്തവണത്തെ നമ്മുടെ യാത്ര. വെള്ളത്തിന് വെക്കുന്നത് വെള്ളം വരുന്നത് വെള്ളം കാണുന്നില്ല. പൈപ്പിലും വെള്ളം വരുന്നില്ല, കുടിക്കാനും വെള്ളമില്ല, ബാത്റൂമിൽ പോകാനും വെള്ളമില്ല, തുണി അലക്കാനും വെള്ളമില്ല. എത്ര കാലം തുടങ്ങിയിട്ട് കുറേ 2-3 മാസമായില്ലേ. ಅಮ್ಮ നല്ല ബുദ്ധിമുട്ടാണല്ലേ ಪಾತ್ರಗಳൊക്കെ കണ്ടിട്ട്? ನೀರಿಲ್ಲ, ಇದು ಈಗ ಸ್ವಲ್ಪ ಪಂಚಾಯತಿ ನೀರು ತಂದು ಕೊಡ್ತಾರೆ. ಅಷ್ಟು ಕಷ್ಟ ಆಗಿದೆ. ಈಗ 2 ತಿಂಗಳಾಯ್ತು ಇಲ್ಲಿ ನೀರೇ ಇಲ್ಲದೆ. പഞ്ചായത്തിലെ വെള്ളം 4 ദിവസമൊക്കെ 3 ദിവസമൊക്കെ ഒരിക്കൽ വരുന്നു. അതല്ലേ ഇടത്തേക്കും എല്ലാവരും പറയുന്നത് ഇവിടെ തടയണ കെട്ടിയോണ്ടാന്ന് കിണറ്റില് വെള്ളമില്ലാത്തതെന്ന് പറയുന്നു. കുളിക്കാനും കുടിക്കാനൊക്കെ തികയോ? തികയുന്നില്ല. ചിത്താരിപ്പുഴ പറ്റിയതോടെ പള്ളിക്കര പഞ്ചായത്തിലെ കുടിവെള്ളം മുട്ടി. പള്ളിക്കരയിലെ 15, 16, 17 എന്നിങ്ങനെ 3 വാർഡുകളിലാണ് പ്രധാന പ്രശ്നം. കടലിൽ നിന്ന് ഉപ്പുവെള്ളം കയറുന്നത് തടയാൻ 52 മീറ്റർ വീതിയുള്ള പുതിയ തടയണ ചിറ്റാരിപ്പുഴയും കടലും സംഗമിക്കുന്ന ഭാഗത്ത് നിർമ്മാണം തുടങ്ങി. ഈ സമയം ചിത്താരിപ്പാലത്തിന്റെ 270 മീറ്റർ അകലെ കൂറ്റൻ പ്ലാസ്റ്റിക് ബാഗുകളിൽ മണ്ണ് നിറച്ച് പുഴയെ തടഞ്ഞതാണ് വരൾച്ച രൂക്ഷമാകാൻ കാരണം. ഇവിടെയാണ് 33.85 കോടി രൂപ ചെലവിൽ റെഗുലേറ്റർ നിർമ്മിക്കുന്നത്. ഈ റെഗുലേറ്ററിന്റെ നിർമ്മാണ സമയത്ത് ഉദ്യോഗസ്ഥർക്ക് വേണ്ടത്ര ദീർഘവീക്ഷണം ഉണ്ടായിരുന്നില്ല എന്നതാണ് ഒരു നാട് അനുഭവിക്കുന്ന ഇന്നത്തെ ദുരിതത്തിന് കാരണം. ചിത്താരി പുഴയിൽ ഉപ്പുവെള്ളം കയറുന്നത് തടയുക എന്നുള്ളതാണ് റെഗുലേറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇപ്പോൾ നമ്മളെ ബാധിച്ചിരുന്ന ഒരു പ്രധാന പ്രശ്നം, ഈ വെള്ളം നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഇവർ വെള്ളത്തിന്റെ ഒഴുക്ക് പൂർണ്ണമായും തടഞ്ഞത് കാരണം ചിത്താരി പുഴ പൂർണ്ണമായിട്ടും ഈ പാലത്തിന്റെ കിഴക്ക് ഭാഗത്തെ ഭാഗം പൂർണ്ണമായും വറ്റി വരണ്ടിരിക്കുകയാണ്. പുഴ വരണ്ടതോടുകൂടി കിണറും കുളങ്ങളും അടക്കമുള്ള ജലത്തിന്റെ സ്രോതസ്സുകൾ മൊത്തം അടഞ്ഞതോടുകൂടി ജനങ്ങൾക്ക് കുടിവെള്ളം പോലും ലഭ്യമല്ലാത്ത ഒരു സാഹചര്യം വന്നു. പുഴയുടെ വടക്ക് കിഴക്ക് ഭാഗത്തെ താൽക്കാലിക ബണ്ട് നിർമ്മാണം മൂലം നീരൊഴുക്കില്ലാതെ പുഴ വറ്റിയതോടെ കിലോമീറ്ററുകളോളം നീളത്തിൽ ഈ നദിയെ ആശ്രയിക്കുന്ന കിണറുകളിലും ഒരു തുള്ളി വെള്ളം ഇല്ലാതെയായി. പ്രദേശത്തെ കൃഷിയും നശിച്ചു. ഇതിന് എന്താണ് പ്രതിവിധി എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള ഈ പടിഞ്ഞാറ് വശത്തുള്ള വെള്ളം കിഴക്ക് ഭാഗത്തേക്ക് എത്തിക്കാനുള്ള മോട്ടറായിട്ടോ അല്ലെങ്കിൽ ചാല് തുറന്നിട്ടോ അങ്ങോട്ടേക്ക് വിടുക. അപ്പോൾ കിണറുകളൊക്കെ വെള്ളമായി ഉണ്ടാവും. തടയണ നിർമ്മാണം പൂർത്തിയായാൽ ഉദുമ, കാഞ്ഞങ്ങാട് മണ്ഡലങ്ങളിലെ കുടിവെള്ള പ്രതിസന്ധിക്ക് ശമനമാകും. നിർമ്മാണ പ്രവൃത്തിയെ ബാധിക്കാത്ത തരത്തിൽ വെള്ളം പമ്പ് ചെയ്ത് മറുവശത്തേക്ക് എത്തിച്ചാൽ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമാകുമെന്ന് നാട്ടുകാർ. പഞ്ചായത്തും ഇപ്പം മുൻകൈ എടുത്തിട്ട് ഇപ്പോൾ വെള്ളത്തിൻ്റെ ചെയ്യുന്നുണ്ട്. വാർഡ് മെമ്പർ എന്ന നിലയിൽ എല്ലാ വീട്ടിലേക്കും കുടിവെള്ളം ഞാൻ എത്തിക്കുന്നുണ്ട്. അത് എല്ലാ ദിവസവും അങ്ങനെ കിട്ടുന്നില്ല. 2-3-4 ദിവസത്തേക്ക് ഒരു പ്രാവശ്യമെങ്കിലും. ചിത്താരിപ്പുഴയിൽ റെഗുലേറ്റർ നിർമ്മിക്കുന്നതോടൊപ്പം ഈ പുഴയുടെ ആഴവും പരപ്പും വർദ്ധിപ്പിക്കണം. അതായത് പുഴയിലെ കയ്യേറ്റം തടയണമെന്ന് സാരം. എന്നാൽ മാത്രമേ ഈ സ്വപ്ന പദ്ധതിക്ക് ഒരു നിലനിൽപ്പുള്ളൂ. അഭിലാഷ് പള്ളിക്കരയ്ക്കും വിജേഷ് അണങ്ങൂരിനുമൊപ്പം അരുൺ പാറക്കൽ, 24 കാസർഗോഡ്.